Hi, hello, welcome back to our YouTube channel. Rage on that beat, going crazy. நம்ம எங்கே வந்திருக்கோம்னா நம்ம திருப்பூர் மாவட்டம் உடுமலையில் இருக்கிற திருமூர்த்தி மலை டேமில் தான் நம்ம இப்போ எக்ஸ்ப்ளோர் இருக்கோம். நமக்கு பின்னாடி தெரியுதே இது அந்த திருமூர்த்தி மலை டேம். സഹജന് തമിഴിൽ സംസാരിക്കുള്ളത്. 1:30 ആയി. നമ്മൾ 12 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അടിപൊളി. പിന്നെ ഭയങ്കര കാറ്റൊക്കെ അടിച്ചിട്ട് ഇന്നലെ ഇവിടെ എത്തി. ഓക്കെ, പിന്നെന്താണ് ഇവിടെ ക്ലൈമറ്റ് വെച്ചാല് തണുപ്പാണ്, കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. നമ്മുടെ ഏരിയയില് മഴ ഇപ്പൊ നല്ല മഴയാ. ഇപ്പൊ അതുപോലെ ഇവിടെ മഴയില്ല, അതുകൊണ്ട് ഇവിടെ ഡാമില് വെള്ളം കുറവാ. കണ്ടാലേ അറിയും. അടുത്ത ഈ സൈഡൊക്കെ മണ്ടയും കൊണ്ടേയും വെച്ചിട്ട് ഡാമ് വെള്ളം നോക്കുക എത്ര കുറവാണ്. നമ്മൾ അടുത്ത് പോകാനിരിക്കുന്നത് ഇവിടെ ആൾക്കാർ കുറവാണ്. സൺഡേ ആയതുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട്. ലാഗര് വായി തിറക്കുന്നുണ്ടാവില്ല. എന്താ അറിയോ, ഒരു പുച്ഛത്തിലിരിക്കുക, സംസാരിക്കാൻ പറ്റാതെ. ലാഗറിന് വിശക്കുന്നുണ്ടാകും. എവിടെ പോയാലും അത് മാത്രമല്ലേ ആദ്യം ഉണ്ടാകുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ഞാൻ കട്ട് ചെയ്യും. ലാഗരെ ലാഗർ ഇപ്പോ തമിഴ്നാട്ടിൽ വന്നിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു അങ്ങനത്തെ നമുക്കില്ല, നമുക്ക് അങ്ങനത്തെ യാതൊരു ഇല്ല. ഇല്ലെങ്കിൽ എടുത്താ പോരെ. ഇവിടെ പാർക്കുണ്ടല്ലോ. പാർക്കുണ്ടോ അവിടെ? എന്നാ പാർക്ക് പോവാം. വെച്ചിട്ട് പോവാതെങ്കിലും കഴിക്കുന്ന വിചാരം. പക്ഷേ വീട്ടിൽ ഇറങ്ങുമ്പോ ഒരു എന്താ കഴിച്ചേ? ഉപ്പുമാവ് മാത്രം കഴിച്ചിട്ട് ഇറങ്ങി. പക്ഷെ വരുമ്പോ ചായ കുടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എവിടെ നിർത്തിയില്ല, വേഗം വിട്ടു ഇങ്ങോട്ട്. നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്താ കഴിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കും. എന്താ ഉള്ളപ്പോ ഇപ്പൊ മാംഗോ ഫ്ലേവറിലുള്ള കോണാണ് വാങ്ങിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത് ഈ ഫ്ലേവറിലുള്ളത്. മാംഗോന്റെ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ അവിടെ ഇരിക്കാനൊന്നും പറ്റൂല. അങ്ങോട്ട് പോയാ പോലെ ഞാൻ കഴിക്കാനുള്ളതൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. അവിടെ പോയി കഴിക്കാൻ പറ്റില്ല, കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇല്ലടോ. ആദ്യം കുരങ്ങന്മാരുടെ അടുത്ത് ഒരു കച്ചറായതാ. അതെ, ഇതിന്റെ മുന്നേ പോയ സ്ഥലത്തില്. അതുകൊണ്ട് നമ്മള് പിടിയായി ഇവിടെ തന്നെ കഴിച്ച് ഫുൾ സെറ്റാക്കിയിട്ടേ പോകുന്നുള്ളൂ. അവിടെ പോയിട്ട് ഒരു പാക്കറ്റ് പോലും വാങ്ങിക്കുന്നിരിക്കില്ല. കൊള്ളാം. ഇഷ്ടായോ? ശബരിമലയുടെ ആൾക്കാര്
മാളയിട്ട് നടക്കുന്നത് കൊണ്ട് കുറെ ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ട് വരണുണ്ടാകും. അപ്പം ഇവിടെ ഡാം കുറച്ച് ദൂരം പോയാലേ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ നെയിം തിരുമൂർത്തി അങ്ങനത്തെ സ്വാമിൻ്റെ ടെമ്പിൾ. അവിടെ ഒരു ഫാൾസ് ഉണ്ട്. ഏകദേശം ഡാമിലേക്ക് വെള്ളമില്ല. ഇവിടുന്ന് കണ്ണാ അവിടെ അറിയുന്നത് അതായിരിക്കും ആ ഫാൾസ്. ഇപ്പൊ കാണിച്ച അതായിരിക്കും ആ ഫാൾസ്. ഡാമിലെ വെള്ളമില്ല, ഫാൾസിൽ വെള്ളം ഉണ്ട്. എന്താണ് അറിയില്ല, പോയാലാണ് അറിയുന്നത്. ഒരുമാതിരി പുക പിടിച്ച ക്ലൈമറ്റ്. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര തണുപ്പാണ്. തണുപ്പൊന്നുമില്ല, ചൂടുണ്ട്. ഇവിടുന്ന് പോകുന്ന മട്ടൊന്നുമില്ല. നമ്മളിവിടുന്ന് കഴിച്ചിട്ടിരിക്കാം. സദാചാരം മീനാള് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഏകദേശം കുറച്ച് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പെരുമഴ ഒന്നും പെയ്യൂല, ലൈറ്റായിട്ടേ പെയ്യുള്ളൂ. നമ്മൾ അടുത്ത സെക്ഷൻ കഴിക്കാൻ വേണ്ടി നിൽക്കാണ്. ഞാനൊരു റിങ് പൊട്ടറ്റോ വാങ്ങിയിട്ടുണ്ട്. സദാജി കാടമുട്ട അല്ലേ? സദാജി നെരിഞ്ഞ് പുകയും തോന്നുന്നുണ്ട്. ഓ, രാവിലെ കോഴിമുട്ട കഴിച്ചാ മയോണൈസാ. സദാജി മയോണൈസ് കൂട്ടി കഴിക്കാൻ തോന്നുന്നു. നല്ല കാറ്റ്. വരുമ്പോ ഹെയർസ്റ്റൈലൊന്നും ഇങ്ങനെ അല്ല. ഇവിടെ വന്നിട്ട് ചീരി ഒന്ന് സെറ്റ് ആക്കിയടാ. ഒക്കെ പാറി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാടമുട്ട ആരും കണ്ടില്ല. പൊറിച്ചവര് കാടമുട്ട സ്പ്രിംഗ് റോൾ മാതിരി ആക്കി തരും. സോ നമ്മളിത് കഴിക്കാനിരിക്കാം. നമുക്ക് എന്താണോ? പൊട്ടാറ്റോ. ഒരു പൊട്ടാറ്റോ സൈസിലുള്ള കൊണ്ടായിരിക്കും. പൊട്ടാറ്റോ ആയിരിക്കും നമ്മളൊക്കെ മുട്ട കഴിക്കണം. കാടമുട്ട ബോഡി ഷേമിങ്. കടയിലെ ട്രാൻസ്ഫോർമേഷൻ. എങ്ങനെയുണ്ട്? ഇതില് മയോണൈസ് വിത്ത് ടൊമാറ്റോ കെച്ചപ്പ്. സദാജി കഴിച്ചു കഴിഞ്ഞു. എന്ത് സ്റ്റിക്കാ? സോ ഇവിടെ നല്ല കാറ്റടിച്ചിട്ട് ഓൾറെഡി കോൾഡ് പിടിച്ചിട്ടുണ്ട് എനിക്ക്. സോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. കാടമുട്ട കഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കാടമുട്ട കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. കോഴിമുട്ട മാത്രമേ കഴിക്കാറുള്ളൂ. അത് നിങ്ങൾക്ക് സദാജി നോണ. സദാജിക്കാണ് നോണ. ഒരു മയോണൈസ് വിത്ത് സോസ്. ഇന്ത്യയിലുണ്ട് വെള്ളം. ഞാൻ വെള്ളം കൊണ്ടതുപോലെ അറിയാം. ഇവിടെ വന്നിട്ടുണ്ട്. കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്? കണ്ണ് കുത്തി പോണ്ട. സൂപ്പർ. ഇതല്ല സൂപ്പർ ഡീപ്പ. കഴിഞ്ഞ വർഷം ലാസ്റ്റത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും, വെള്ളം കൊണ്ടുവന്നില്ല. വീട്ടിലെത്തുന്ന വരെ വെള്ളം കുടിച്ചില്ലേ. അതുകൊണ്ട് ഈ പ്രാവശ്യം വരുമ്പോ വെള്ളം എടുക്കണം ബ്രോ, എടുക്കണം. സൂപ്പർ ഉണ്ടാവും. ഇതല്ല എന്നെ ബോഡി ഷേം ചെയ്താ. ഇതല്ല ഒരു കാടമുട്ട തന്നെനിക്ക്. എനിക്ക് തരാതെ കഴിക്കുന്ന കേസ് ഓണൊന്നും പറ്റിയാൽ എനിക്ക് കേൾക്കൂല. ബോഡി അങ്ങനത്തെ ബോഡിയാ. കണക്കിടല്ലോ. ഞാൻ വഴിയോരത്ത് ഇത് കഴിച്ചിട്ട് നിൽക്കാണ്. സദാജി അതാ അവിടെ. Full of dust. Actually, my driver is waiting there. Super duper. രണ്ടും കൂടെ ആക്കും. നേരത്തുള്ള സ്ഥലത്തുനിന്ന് 2 അടി 10 അടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വെള്ളം
ഇവിടെ സൈലന്റ് ആയിട്ട് വരുന്ന വെള്ളം ഇപ്പുറത്ത് വയലന്റ് ആയിട്ടാണ് ഇത്. ഹായ് ആരിക്കോ ഞാനാണ് നഷ്ടപ്പെട്ട നിങ്ങൾക്കൊരു വ്ളോഗരെയാണ് നഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ സ്ഥലം എന്ന് വെച്ചാല് വെള്ളം കണ്ട ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം അവിടേക്ക് താഴോട്ട് ഇറങ്ങുമ്പോ അടിച്ചിറങ്ങുന്നുണ്ട്. അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. നല്ല സൗണ്ടാണ് ഇവിടെ. ഇതിലെങ്ങാനും വീണാല് ഇതാ അവിടെ ഇറങ്ങണ്ട. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കാറ്റ് പോകും. അത്ര ഫോഴ്സിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്നാണ് അത് വരുന്നത്. വെള്ളം അപ്പുറത്ത് നല്ല ഒരു സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് പോവാം. പക്ഷെ ഇവിടെ വരുമ്പോൾ നല്ല വയലന്റ് ആയിട്ട് ഇരിക്കാം. കാരണം എന്താ വെച്ചാ അവിടെ എന്ന് പറഞ്ഞ പോലെ നല്ല ഒരു ഈക്വൽ സ്പീഡിലായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോ ഒരു ചെറിയ പള്ളമല്ല, ഒരു വലിയ പള്ളമുണ്ട്. അതുകൊണ്ട് ആ വെള്ളം താഴോട്ട് ഇറങ്ങുമ്പോൾ നല്ല സ്പീഡ് വരും. നല്ല ഒരു വയലന്റ് ആയിട്ട് ഒരു സംഭവമായിട്ട് ഇരിക്കുകയായിരുന്നു. തല കാണാതെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിനാണ് വിളിച്ചു പറഞ്ഞത്. ഒരാൾക്ക് ഹൈറ്റ് ഒരാൾക്ക് കുറവാണ്. പക്ഷെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഗായ്സ്. ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു ഭാഗം. അതേപോലെ ഈ ഭാഗം സത്യമായിട്ടായിരിക്കും. ബിക്കോസ് ഞാൻ ഈ വെള്ളത്തിൽ കൂടി കുറെ സംഭവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണോ അതേപോലെ നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് വേറെ ഒരു സ്ഥലത്തിലേക്ക് പോവാണ്. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്. ഇത് അമ്പലല്ലേ? എന്റെ ബാക്കില് ഇവിടെ അമ്പലമുണ്ട്. ഇവിടെ മുന്നിൽ കടയുണ്ട്. ഒരു വലിയ മരത്തിന്റെ താഴെ കാണിച്ചുതരാം. പോയ അവിടെ എന്താണ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. മുതലേന്റെ പാർക്ക്. ഇവിടെ അങ്ങനെ പാർക്കൊന്നും ഇല്ല തോന്നില്ലേ? ഇതൊക്കെ എന്താ? നമ്മുടെ മുന്നിൽ വലിയ മല അങ്ങനെ പടർന്ന് കിടക്കട്ടെ. ബാക്കിൽ കാണുന്ന മലേന്റെ അതിന്റെ ബാക്കില് മൂന്നാറാണെന്നാണ് സദാജി പറയുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഫുഡ് ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ സദാജി വാങ്ങി തരും. ഇതൊക്കെ ഉണ്ട്. തക്കൂടൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അല്ലെ? ഇവിടെ ടെമ്പിൾ ഉണ്ട്. ഇത് ടെമ്പിളാ. അയ്യോ സദാജി നട്ടിച്ച് പോയി. അവിടെ അടി.
എടോ 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 ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയം ആ ടിക്കറ്റ് കൗണ്ടറുള്ള അവർ പറഞ്ഞത് എന്താ അറിയാം, വേഗം തന്നെ നമ്മൾ പോയിട്ട് വരണം കാരണം മഴ പെയ്യാൻ. മഴ പെയ്യുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ മഴ പെയ്താലേ ഇവിടെയൊക്കെ നല്ല വെള്ളം വരും. പിന്നെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ റിസ്ക് ആണ്. ഇവിടെ ഒരുപാട് അമ്പലത്തിലൊക്കെ മാലിട്ട് പോകുന്നവരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഒക്കെയാണ്. പിന്നെന്താണ്, ഇത് കുളിക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നടന്നാൽ ഞാൻ എത്തും എനിക്കറിയില്ല. ഇപ്പോഴേക്ക് ഇറക്കുന്നുണ്ട്. അയ്യോ 250 മീറ്റർ. 250 മീറ്ററാ നടക്കണ്ടേ? ബാബാ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ വർക്കൗട്ട് ചെയ്യലില്ല. അതുകൊണ്ട് എൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ ഭയങ്കര ഡിമ്മായിക്കുന്നു. കട്ടി കട്ടി തങ്ക കട്ടി. എക്സ്ക്യൂസ് മീ. ഇവിടെ ഞാൻ ഉരുണ്ട് വയസ്സായിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച സ്പീഡ് നടക്കും കേട്ടോ. നമുക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല. ഞാൻ പോട്ടെ. എന്താ ഓട്ടപ്പന്തയം നടന്നിട്ടിരിക്കുകയാണ്. എന്താ പറയാനില്ലേ? ഇല്ല, ഞാൻ നടക്കുമ്പോ ഒന്നും പറയില്ല. നിങ്ങൾ കഴിക്കുമ്പോ ഒന്നും പറയില്ലല്ലോ, അതേപോലെ നടക്കുമ്പോ ഞാനൊന്നും പറയില്ല. അങ്ങനൊന്നും ഇല്ലല്ലോ. നാളെ ഉണ്ടല്ലോ മാർക്ക്. എന്താ ഇവിടെ കടുവേന്റെ പിക്ചറൊക്കെ കാണിച്ചില്ലേനോ? എത്തിയാ നീ പോകണം. അപ്പൊ അതെന്താ? അത് അവിടെ കുളിക്കാം, അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടാവും. ഓ ഇനിയും പോണം. കാണിച്ചല്ലേ കുളിക്കുന്ന സ്ഥലം ഇതാ, ഇവിടെ അല്ല അവിടെ. വീണോയി. ഫ്രണ്ടിലാ ബാക്കിലാ എന്തേ ഉള്ളത്? ഞാൻ ഇതാണ് മെയിൻ ഫാൾസ്. കാണിക്ക്. അതാ മെയിൻ ഫാൾസ്. ഫാൾസിൽ ഇപ്പോൾ വെള്ളം കുറേ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ ഇപ്പോൾ കുളിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവിടെ പോയിട്ട് കുളിക്കാൻ മാത്രം പെർമിഷൻ ഉണ്ട്. പിന്നെ എന്താ പറയാ, വെള്ളം വന്നാലേ ഈ സ്ഥലമൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാതായിരിക്കും. ഇപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ആൾക്കാർ കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായി പോയാലേ ലാസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാതെ സ്ഥിതിയായി പോകും. സോ വേഗം തന്നെ നമ്മളിവിടെ എന്തൊക്കെ നോക്കാനുണ്ടോ അതൊക്കെ നോക്കിയിട്ട് വേഗം ഇവിടെ വന്ന് പോകണം. ഓക്കെ.
ഞാനാണ് അടിപൊളി സ്ഥലം. ഇതിനെങ്ങനെ പെട്ടാ മോനെ. ഇവിടെ നല്ല ശ്രദ്ധിച്ച് നടക്കണം, അല്ലെങ്കിൽ ആ വെള്ളത്തിലായിരിക്കും ഞാൻ കാണാം. നമ്മൾ ഈ ഫാൾസിന്റെ അടുത്തെത്തി. സദാചാരി കുളിക്കണം, വീട്ടിൽ നിന്ന് കുളിക്കാത്ത ആളാണ്, ഇവിടെ വന്ന് കുളിക്കണം പോലും. വെള്ളം കാണാത്ത പോലെ ആയിരിക്കുക. സദാചാരി കുളിക്കാൻ പോയി. ചോട്ട് പോയിട്ട് വീട്ടിലെത്താൻ പോയിരിക്കുന്നു. ഞാൻ നനഞ്ഞെന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കാം. നമ്മൾ അതിന്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല. വെള്ളം ഫുള്ള് തെറിച്ചിട്ട് ക്യാമറേന്റെ ലെൻസിലേക്കാണ് ലഭിക്കുന്നത്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, പിന്നെ വെള്ളം നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. സ്ലിപ്പ് ഒന്നും ആവില്ല, പക്ഷെ കൊള്ളാം, അടിപൊളി. സദാജി എവിടെ? സദാജി ഡ്രസ് മാറ്റാൻ പോയതാ. എനിക്ക് ആഗ്രഹം അവിടെ കുളിക്കാനൊക്കെ, പക്ഷെ എന്റെ ഡ്രസ്സൊന്നും ഇല്ല. അവിടെ ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് ഒക്കെ കുളിക്കുന്നുണ്ട്. ഇല്ല, സ്ലിപ്പാവില്ല. കഴിഞ്ഞാ നമ്മൾ എവിടുന്ന് തിരിക്കുകയാണ് ഗൈസ്. ഞാനും സൈഡൊക്കെ നനഞ്ഞ് അവിടെ വീഡിയോ എടുക്കാൻ പോയിട്ട് ആ വെള്ളമൊക്കെ തെറിച്ചിട്ട് കാര്യത്തില്ല. കൊരങ്ങ ഹായ്. കണ്ടില്ല, പാവം പോലെ നിൽക്കുക. നമ്മളെ കയ്യിൽ തിന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു തനി സ്വഭാവം അറിയും. ഇവിടെ ആക്കുന്നത് വീട്ടില് കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുവരായിരുന്നു. പിന്നെ ഇവിടെ വന്ന സദാജി തിരുമ്പും. പിന്നെ വീഡിയോ എടുത്താൽ മതിയല്ലോ അല്ലേ സദാജ? ആ, ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ഇത് ഷോളൊക്കെ നനഞ്ഞു. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ്. അടിപൊളി അല്ലേ? എന്നിട്ട് എന്റെ ബാഗിൽ വെച്ചോ. ഇവിടെ കൂടുതലും മലയ്ക്ക് പോകുന്നവരൊക്കെയാണ് വരുന്നത്. ഇവിടെ മാലട്ടവരൊക്കെ. സദാജി എപ്പോഴും മണ്ട നോക്ക്. ടൈം 3:45 ആയിട്ടുണ്ട്. നമ്മളിനി തിരിച്ചു നടക്കണം വന്ന വഴിയിലൂടെ. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഡാമിൽ പോയെങ്കാട്ടി നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട്. കാലാവസ്ഥ മൂടിയിട്ടുണ്ട്. അമ്മേ അയ്യോ എടുത്താ. അങ്ങനത്തെ ഒന്നുമില്ല. ഫോണായാലും മൈക്കായാലും വെള്ളം കണ്ടാലും പോവും. കിട്ടിയാ? അതിൽ ഇത്തിരി വെള്ളം കുപ്പി ഇടും. എനിക്ക് തയ്ച്ചിട്ട് വയ്യ, സ്റ്റെപ്പ് കയറാൻ വയ്യ. വെള്ളം കുപ്പി ഇത്തിരി എടുക്കോ? അത് ഇത്തിരി ഇല്ല, ഒരു വെള്ളം കുപ്പി എടുക്ക.
നമ്മളിപ്പോ നടന്ന് എൻട്രൻസിന്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട്. മഴ സ്റ്റോപ്പായിട്ടോ, മഴയില്ല. നമ്മളെന്തെങ്കിലും തിന്നാൻ വാങ്ങാന്ന് വിചാരിച്ചാല് അപ്പൊ വരും ഈ കുരങ്ങന്മാര്. അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും കഴിക്കല്ല, നമ്മളെന്തായാലും കഴിക്കുന്നില്ല. അറ്റാക്ക് ആവൂല, കഴിഞ്ഞ പ്രാവശ്യത്തെ മതിയേക്കും. അപ്പൊ ഇവര് കടയിൽ നിന്ന് ഉള്ള കുരങ്ങന്മാർ എടുത്തോണ്ട് പോല ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അയ്യോ അതെന്താ പിടിക്കാൻ വേണ്ടിട്ടാണ്. ഞാനൊന്നും ചെയ്തില്ല. നമ്മളിവിടുന്ന് പോവാണ് തിരിച്ച്. തുറക്കണൊക്കെ കക്കണോക്ക് കക്കുന്നത്. നമ്മളെന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ അങ്ങനെ ഹോട്ടലൊന്നും കാണുന്നില്ല, കുറവാണ്. പിന്നെ 4 മണിയായിട്ട് നേരത്തെ കഴിച്ചോണ്ട് അത്ര വിശപ്പവും ഇല്ല. നമ്മൾ അടുത്ത പൈസയല്ലേ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഇവിടെ അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടില്ല, എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ചിക്കൻ ബിരിയാണി ആയിരുന്നു, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ പോലത്തെ ബിരിയാണി അല്ല, അതുകൊണ്ട് ടേസ്റ്റ് ഡിഫറൻസ്. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. മയിലല്ലേ? മയിലാണ് ഗൈസ്, പക്ഷേ കണ്ട ദാഹത്തിന് മുഖ്യമാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്? പനിയിലോട്ട് ഒരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ട്. അപ്പം അവിടേക്ക് പോവാണ്. ഇന്ന് സൺഡേ ആണ്. ഡേറ്റ് എപ്പോഴാണ്? December 1st ആണ്. അപ്പം പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല. ഇന്നലെ നമ്മൾ പറയുന്നുണ്ട്, സ്ഥലം ഇന്നാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ക്ലൈമാറ്റ് ആണെങ്കിൽ ആ ഭാഗത്തൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇവിടേക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പം വ്ളോഗ് നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. വീക്ക്ലി വൺസ് നമ്മൾ ഇതുപോലത്തെ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ആണെങ്കിലും ഒരു ഡാമിലേക്കാണ് നമ്മൾ പോയത്. ഇന്നും ഡാമിലോട്ടാണ്. 2 3 ഒക്കെ എന്ന് പറയുന്ന മാതിരി. മേ ബി അടുത്തത് ഒരു ഡാമിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇവിടെ കുറെ ഡാംസ് അല്ലേ ഉള്ളൂ, അപ്പൊ അവിടെയല്ലേ പോകാൻ പറ്റും. അല്ലാതെ നമ്മള് വെറൈറ്റി സ്ഥലങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ട്രക്കിംഗ് ചെയ്ത് പോകണമാരുണ്ടാവും. നടക്കാൻ വയ്യ, കിതപ്പാണ്. പക്ഷെ അതിന്റെ ഉള്ളില് ഞാൻ ഇതിന്റെ ഇതൊക്കെ മാറ്റും. ഗൈസ്, അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.